അൽ ഹൗസ് ഡ്രൈവറുടെ ഒരു ദിവസം വ്ലോഗ് നമ്പർ 97. പിള്ളേരെ ജോലി ശ്രദ്ധിക്കുന്നു ആത്മാർത്ഥമായിട്ട്. സമയം 4:30. അരിച്ചരിച്ച വെളുപ്പാൻ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് സുബഹി നമസ്കാരം. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് കൃമികടി. പിന്നെ മൂത്രം ഒഴിക്കാൻ എണീറ്റിട്ട് എടുത്ത വീഡിയോ അല്ലേ ഇതെന്നൊക്കെ. എന്റെ പുന്നാല ചങ്ങായിമാരെ ഒന്ന് പൊക്ക അവിടുന്ന്, ഇത് റിയൽ ആണെന്ന്. നിസ്കാരം കഴിഞ്ഞ് അൽ ചായ കുടി, ഒപ്പം കഷണ്ടി കേൾക്കും. ചായ എന്നുള്ളിൽ കേക്കും കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൺ ചെയ്യുന്ന കാര്യം ഓർമ്മയിലെത്തിയത്. എന്റെ പ്രിയതമ ഉണ്ടായിരുന്നെങ്കിൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഖി തലപ്പിരാന്തു പിടിച്ച് പോയേനെ, എനിക്ക് തലപ്രാന്തു പിടിച്ച് പോയേനെ. പാവം, അവിടുന്ന് കേക്കണ്ട. പാട്ടും പാടി തേപ്പും കഴിഞ്ഞ് ഇനി അല്ലൊരുക്കം. കാണാൻ കാക്കേന്റെ കളറാണെങ്കിലും കൊക്കിന്റെ കളറാകാൻ ശ്രമിക്കുക എന്ന് അല്ലുമ്മുമ്മ. കിട്ടിയതൊക്കെ വാരിപ്പൂശി അംഗത്തിനുള്ള പുറപ്പാട്. അൽ അംഗം പുറത്തിറങ്ങിയപ്പോ നിസാറും ക്രൂസോയും പിന്നെ പൂച്ചവണ്ടി. ഏതെടുക്കണം? അൽ കൺഫ്യൂഷൻ. അവസാനം നിസാനും എടുത്ത് വിട്ടു സ്കൂളിലേക്ക്. സമയം 6:38. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സമയം. സ്കൂളിൽ പോയി ഒന്ന് കുട്ടിയെ കുളിപ്പിക്കൽ. അല്ല ഹൗസ് ഡ്രൈവേഴ്സ്, ദിങ്ങട് നോക്ക്, ഉടായ്പ കളികൾ കാണിച്ചു തരാം. ഞാനാണ് ഇതൊക്കെ പഠിപ്പിച്ചെന്നേന്ന് അള്ളാണ് നിങ്ങളുടെ കപ്പ്യാരോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. അത് കഴിഞ്ഞപ്പോ അൽ വിശപ്പ് ഫീ. വിശക്കുന്നല്ലോ, ഭക്ഷണമില്ലേ. കുബൂസും എടുത്ത് ഓടി കിച്ചണിലേക്ക്. മാമ അവിടെ എന്തൊക്കെയോ അൽക്കുലത്ത് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിണ്ടാതിരുന്ന് അതും തിന്നോണ്ട് പോകാം, അല്ലെങ്കിൽ നാളെ മുതൽ വൽ പട്ടിണി. വന്നു മക്കളെ, മുതലാളിച്ചിയുടെ വിളി. വീട്ടിനകത്ത് വല്ലാത്തൊരു സ്മെല്ലാണത്രേ. എന്താണെന്ന് ചെക്കാൻ ഏണിയും പണിയായതും എടുത്ത് നേരെ വീട്ടിനുള്ളിൽ. കുറെ പേർ കുറെ നാളായി എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രം അറബി വീടിന്റെ ഉൾവശം ഞാൻ കാട്ടിത്തരാം. നിയമവലിയിൽ ഇതൊക്കെ തെറ്റാണ്, എന്നാലും നിങ്ങൾ ചോദിച്ചല്ലേ, എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? പെട്ടെന്ന് കണ്ടോളി, ആരെങ്കിലും വന്നാ ഞാൻ വീഡിയോ കട്ടാക്കും, പറഞ്ഞേക്കാം. ജീവിതത്തിൽ ഉയർച്ചയില്ലെങ്കിലും ഏണിയിൽ കയറി ഡ്യൂട്ടിയിൽ ഉയർച്ചയുണ്ട്. എന്തൊക്കെയോ കുറെ കിണുങ്ങാപ്പുകൾ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതും കൂടി പെട്ടെന്ന് നോക്കിയേ, ഞാൻ പുറത്തേക്ക് പോവാ. അടുത്ത വണ്ടി വല എത്തിയിട്ടുണ്ട്. അത് എന്താണാവോ? കൊള്ളാലോ, പടച്ചവനെ, ഇന്ന് മൊത്തം ഏണിയാണല്ലോ. ഇതിപ്പോ എന്തിനാ? ബാത്റൂമിന്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട് അത്രേ, അത് അടയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇവർ. കാര്യം പറഞ്ഞെന്ന് വീഡിയോ എടുക്കുന്നത് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. നൈസിനെ അവിടുന്ന് മാറി ഈ കോണിപ്പടിയിൽ വന്നിരുന്നു. ഇതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. അത് കഴിഞ്ഞിറങ്ങിയപ്പോ അടുത്തത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ചയുണ്ടോ എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണമെന്ന്? പാവല്ലേ ഞാൻ. ആ പോക്ക് നേരെ എത്തിയത് മോണോപ്രിക്സ്. അവിടെ നടന്നും കിടന്നും വീഡിയോ എടുത്ത് 12:05 ആയപ്പോ നേരെ വീട്ടിലെത്തി. ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കല്ലേ, ഇത് വാങ്ങാനാണ് അവിടെ പോയത്. വന്നിറങ്ങുമ്പോ തന്നെ അടുത്ത ചെറിയൊരു പണി കൂടി തന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ സ്മെല്ല്, അതിന്റെ കാഠിന്യം കൂടി ബാത്റൂമിന്റെ റൂഫ് കൂടി ഒന്ന് ചെക്ക് കൊള്ളാൻ പറഞ്ഞ കേട്ടല്ലേ പറ്റൂ. അത് കറക്റ്റ് ആയിരുന്നു. കയറി നോക്കിയപ്പോ അവിടെ ഒരു സുഗുണൻ ചത്തു കിടക്കണം. ഇവിടെ നിന്നാണ് ആ മണം അൽ മുതലാളിച്ചിക്ക് അടിച്ചു വീശിയത്. അത് കഴിഞ്ഞ് ടപ്പ് സ്കൂളിലേക്ക്. സ്കൂളിന്റെ വരാന്തരങ്ങളിലൂടെ ഈ തീവണ്ടികൾ തച്ചനം മച്ചനം പോകണോണ്ട് കുറച്ചു നേരം ഇവിടെ വണ്ടി ഇട്ടിരിക്കേണ്ടി വന്നു. വണ്ടി പാർക്ക് ചെയ്ത് പതിയെ നടന്നു നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക്. ആ ആൽത്തറയിൽ കൂടിയിരിക്കണേന് നമ്മുടെ സ്കൂളിലെ കൂട്ടുകാർ. ഇവരുടെ മെയിൻ ജോലി മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയലാണ്. ആദ്യമൊക്കെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു, പിന്നെ മനസ്സിലായത് വെറും കൂതറകളാണെന്ന്. നമുക്കൊന്നും പറ്റിയ കമ്പനിയല്ലെന്നത്. അവിടുന്ന് പിള്ളേരുമായി വന്ന് ഉടൻ ഫുഡിനായി ഓടി. നിങ്ങൾക്ക് കഥ കേട്ടാ മതിയല്ലേ, തിന്നോ കുടിച്ചോ എന്ന് ഒരുത്തനും ഇതുവരെ ചോദിച്ചിട്ടില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടെ ചെന്നപ്പോ ഫുഡ് നഹി. പടച്ചോനെ പെട്ടോ. നേരെ റൂമിലേക്ക് ഓടി. സമാധാനായി, ഫുഡുണ്ടല്ലേ. ഞാനും എന്റെ അനുജനും കൂടി അത് അകത്താക്കി കുറച്ചു നേരം ഇരുന്നപ്പോ വരണ് അടുത്തത്. ലുലുവിൽ പോകണം അത്രേ. സമയം 5:04. ഇതാണ് ദേഷ്യം വരണേ. നമ്മളെവിടെയും പോയി എന്തേലും നോക്കിയിരുന്ന അപ്പൊ വിളിക്കും വണ്ടി എടുക്കാൻ. ഇവർ പോയിട്ട് നമ്മൾ വണ്ടി കുത്തിയിരുന്ന മണിക്കൂറുകൾ കഴിഞ്ഞാലും നോ വിളി. അവിടുന്ന് വരും വഴി ഒരു പണി കൂടി. കടയിലത്തേക്ക് തുണികൾ വാങ്ങണം അത്രേ. ഈ ഡയറ്റിന് എന്തിനു ബാക്കി വെക്കണത്? എന്തിനും നമ്മൾ തയ്യാറ്. പോകും വഴി ഒരു ചായം കുടിച്ച് വായി നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ തുണിയും വാങ്ങി നേരെ വീട്ടിലേക്ക്. ആരൊക്കെ എത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല രമണ, കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോ ചങ്കുകളെ, കാഴ്ചയെ കൗതുകം അവൻ രുചിയും വരുന്ന നിരവധി വീഡിയോകളിലൂടെ വരും ദിവസങ്ങളെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റാ, ബൈ.